ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ചേച്ചി വേറൊന്നുമല്ല, ഗ്രാനിയാണ് ഗൈസ്. ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഗൈസ്. വരട്ടെ ഗൈസ്, നോക്കട്ടെ, കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഗ്രാനി 3 ആണ്. ഗ്രാനി 3 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്ഡേറ്റ് അതായിരിക്കും തന്നെ ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ ഒരു അപ്ഡേഷൻ ഞാൻ എടുത്തതിനകത്ത് വന്നിട്ടില്ല. അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് അവൈലബിൾ ആണോ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഗൈസ്. എനിക്കിവിടെ അപ്ഡേഷൻ്റെ ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ഗ്രാനി 3യുടെ ഒരു വീഡിയോ ഇടാന്ന് വെച്ച് ഗൈസ്. ഇന്ന് ഇപ്പോൾ ചില ഞാൻ ഗ്രാനി 3 ഇങ്ങനെ പുറയുന്ന ഗൈസ്. ഗ്രാനി 3, 2, 1 അങ്ങനെ ആയിരിക്കും ഇടുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഗ്രാനിനെ വെച്ച് തന്നെ കളിക്കാം ഗൈസ്. ഞാനെപ്പോഴും സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഗ്രാനിനെ വെച്ച് തന്നെ കളിക്കാം നമുക്ക്. ഓക്കെ, ഗ്രാനിനെ ലോഡിങ് ഒക്കെ ആകട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ, ഡേ 1 ആയില്ല. ഡേ 1 ആകുന്നേ ഉള്ളൂ. ഡേ 1 ആകടാ. ഡേ 1 ആയി. ഡേ 1 ഗൈസ്. അല്ല 1 ഗൈസ്, ഡേ 1 ആയി ഗൈസ്. സോ നമ്മളിപ്പോൾ നേരെ നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് നേരെ ലോക്ക് പിക്ക് കുത്തി തുറക്കണം. എന്താ സാധനം ഇത് കുത്തി തുറന്നാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നേരെ ട്രിക്കുണ്ട് ഗൈസ്. ഒരു ട്രിക്കുണ്ട്. നമുക്കിപ്പോൾ പുള്ളിക്കാരി എവിടെ ഉണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. പുള്ളിക്കാരി എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ നൈസിന് ഇവിടെ ചെന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി തപ്പിത്തിരിഞ്ഞ് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നേരെ താഴെ പുതിയ അപ്ഡേഷൻ ഇവിടെയൊക്കെ ഡോർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പുതിയ അപ്ഡേഷൻ വെച്ച് ഡൗൺലോഡ് ചെയ്തത്, പക്ഷേ അത് കിട്ടിയില്ല. നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അതെങ്ങനെ നമുക്ക് അവൈലബിൾ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നമ്മളങ്ങനെ പുതിയ അപ്ഡേഷൻ ഒക്കെ നിങ്ങൾ പറയണം ഗൈസ്. സോ ഇവിടെ നമുക്ക് ഒരു തേങ്ങയും കിട്ടിയില്ല ഗൈസ്. അതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം. ഇനി തള്ള വന്നാൽ ഗൈസ് ആ സാധനം തുറന്നിട്ട് നമുക്കൊരു ട്രിക്കുണ്ടല്ലോ ഗൈസ്. ആ ട്രിക്ക് നിങ്ങൾക്ക് അറിയാത്തവരായിട്ട് ആരുമില്ല. അതൊന്നാമത്തെ കാര്യം. നമുക്കിതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഡോർ എസ്കേപ്പ്, സെക്കൻഡ് നമുക്ക് ട്രെയിൻ എസ്കേപ്പ്. പുള്ളിക്കാർ വരട്ടെ ഗൈസ്. പുള്ളിക്കാർ വേണ്ട ഗൈസിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. പോണ് ഈ സമയമാണെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് വെപ്പങ്കി എവിടെയാ തപ്പണം. പുള്ളിക്കാർ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. വെപ്പങ്കി എവിടെയാ തപ്പണം. ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. വെപ്പങ്കി ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് നൈസിന് ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അവിടെ അങ്ങ് ഒരുന്നുമില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഫ്യൂസ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇതും കൊണ്ട് നേരെ നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട് പോയി. ഇവിടിനകത്ത് ഹയ്യടാ ഇപ്പം കിട്ടിയോ അടിച്ചു ഓടിക്കാം. പുള്ളിക്കാരി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്നും വരാതിരുന്നാൽ അത്രയും സേഫാണ്. പുള്ളിക്കാരുടെ റൂം ഇവിടെ അല്ലേ ഗൈസ്. ഓക്കെ, ഇതല്ല മറ്റേ ഇപ്പുറം ഉണ്ടല്ലോ, അതല്ലേ. പുള്ളിക്കാരി ഇവിടെ വരില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പുള്ളിക്കാരി ഇവിടെ വരില്ലേ. ഇപ്പം നൈസിനെ തള്ള ചിലപ്പോൾ താഴെയോ വല്ല ആയിരിക്കാം ഗൈസ്. സുഹൃത്തുക്കളെ നമുക്ക് മാച്ചസ് കിട്ടി. പുള്ളിക്കാരി ഇതുവഴി വരാത്തത് നന്നായി. ഇപ്പോൾ പട്ടാനെ ഫ്യൂസ് കൊണ്ട് വെച്ച് ജനറേറ്റർ കേബിൾ വെക്കും, അത്രയല്ലേ ഉള്ളൂ ഗൈസ്. പിന്നെ മറ്റേ നമ്മുടെ ബ്രിഡ്ജ് ടാങ്ക്, അതും വെച്ചൊക്കെ ഡോറ് തുറക്കണം. പക്ഷെ അത് വിഷയമല്ല. ചില സമയങ്ങളിൽ നമുക്കിവിടെ ഫയർവുഡ് കിടക്കുന്നതാണ് സാധാരണ സ്വാഭാവികമായിട്ട്. അതേണ്ട പ്ലാങ്ക് കിടക്കുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. സാധാരണ സ്വാഭാവികമായിട്ട് പ്ലാങ്ക് കിടക്കാറുണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലാങ്ക് നമുക്ക് ചാടാം എന്നല്ല, പ്ലാങ്കേ നമുക്ക് ചാടാം. അയ്യോ, ഞാൻ ചത്തുന്നു. ഓക്കെ, കുറച്ച് ഓളിയും കൂട്ടിയൊക്കെ അതാ പുള്ളിക്കാർ വരുമ്പോൾ കാണാം, മനസ്സിലാക്കും ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പ്ലാങ്ക് എടുത്ത് നൈസിന് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങാം. പുള്ളിക്കാരി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ 2-3 കല്ല് പറക്കണം. കല്ലിനി ഫയർവുഡ് അമ്പടാ. അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നു ഗൈസ്. ഞാൻ കാക്കയുടെ മുകളിൽ എൻ്റെ നോക്കാൻ മറന്നുപോയി. കാക്കയുടെ മൂട്ടിൽ എന്താണാവോ പുള്ളിക്കാരി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് കല്ലും പറക്കി നമുക്ക് നൈസിനങ്ങ് പോയാലോ. പുള്ളിക്കാരി വരണ്ടേ. നമുക്ക് കല്ലങ്ങോട്ട് പറക്കാം ഗൈസ്. ഒരു കല്ല് പോരാ, മിനിമം ഒരു 3 കല്ല്. അതന്നെ 3 കല്ല് വേണമല്ലോ നമുക്ക്. പുള്ളിക്കാരി ഇവിടെ അങ്ങ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നേരെ പോയി ആ കല്ലും കൊടുക്കും. കുറച്ചുകൂടിയും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം US100ൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഏറ്റവും വലിയ അബദ്ധമായിരുന്നത്. ഭയങ്കര സൗണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കത്തുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾ ഗൈസ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ഗൈസ്, ഒരു നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് പുള്ളിക്കാരി നൈസിന് എവിടെ ഉണ്ടെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരി നൈസിന് വിളിച്ച് വരണം ഗൈസ്. എങ്ങനെ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിടുക.
പുള്ളിക്കാരൻ നൈസിന് സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് വരും, അത് ഇങ്ങോട്ട് വരും. നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരനെ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ദേണ്ടേ പുള്ളിക്കാരി എന്നെ കണ്ടോ? കണ്ട് 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 ദേണ്ട വരണ്ട്. ബാ അയ്യോ വഴി മാറിപ്പോയി. വാ കം സമയമില്ല ബെസ്റ്റ് സമയം ഒന്ന് പെട്ടെന്ന് വാ. ഇത് ഏത് വഴിയാണ് വരുന്നത്? അയ്യോ എടാ എന്നെ ഒന്ന് വെറുതെ പറഞ്ഞോ, ഞാൻ അതുവഴി നൈസിനങ്ങ് എസ്കേപ്പ് ആട്ടെ. എൻ്റെ മുന്നേ പുള്ളിക്കാരി ഞാൻ ആ ട്രെയിനിൽ എന്നെ ഗേറ്റ് എസ്കേപ്പ് പുള്ളിക്കാരോട് വന്നിട്ട് ഗേറ്റ് എസ്കേപ്പ് ഇങ്ങനെ ചെയ്തോട്ടെ തരല്ലേ. നിങ്ങളിങ്ങനെ വിടുത്താതെ ഈ പന്നക്കളി എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേസ്. വേഗം സ്ഥലം ഇവിടെ ആ വെപ്പയ്ക്ക് നമുക്ക് എവിടെ പോയി തപ്പും കേസ്. നമ്മൾ ഇവിടെയൊക്കെ തപ്പി ഇല്ല കേസ്, നമ്മൾ തപ്പിയിട്ടില്ല. എവിടെ നമ്മുടെ ഇവിടെ തപ്പിയിട്ടില്ല കേസ്. എന്താണ് നമ്മുടെ മറ്റേ ഇതില്ലേ? ഏതാണ് കേസ്, നമുക്ക് മറന്നും പോയി. നമ്മുടെ ഇത് കിച്ചൺ അത് തന്നെ കിച്ചണി. എടാ ഭീകരാ, നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നാ? ഇങ്ങ് വന്നേ നീ. ബെസ്റ്റ് കള്ള നീങ്ങ് ബാടാ ബാ മോനെ ബാ, നിനക്ക് പണിയൊപ്പിച്ചു തരാം. നീങ്ങ എൻ്റെ കൂടെ ഇങ്ങ് ചാടി. ഞാൻ ചാത്തൊന്നു. തള്ളി ഇവിടെ ഇല്ലല്ലോ. ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കാവുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി ഇവിടുത്തെ വെപ്പങ്കി എവിടെയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സംഭവം വേറെ നമുക്ക് വെപ്പങ്കി ഇതാണ്ട് ഇവിടെ അല്ലേ. ഇതെനീ അയ്യോ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. നമ്മൾ മറ്റേ വെപ്പങ്കി എടുത്തപ്പം നമ്മുടെ കോക്കനട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടായിരുന്നു. നമ്മൾ ചില യൂട്യൂബിനകത്ത് കണ്ടു കൊട്ടത്തേങ്ങ എന്നാണ് പറയുന്നത്. കൊട്ടത്തേങ്ങ നമ്മൾ നൈസിന് അങ്ങോട്ട് ഇട്ടായിരുന്നു. അതൊരു ചെറിയൊരു പ്രശ്നമായി കേസ്. എന്ത് ചെയ്യാനാണ്? ഇത് തുറന്ന് പുള്ളിക്കാരി അയ്യോ ദേ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. എൻ്റെ പൊന്നു തള്ള, നിങ്ങൾ എന്നെ കൊല്ലാതെ നടക്കാതെ ആ കോക്കനട്ട് ഇവിടെ അങ്ങോട്ടാന്ന് നോക്കിയിട്ട് ഇത് തള്ള വരുന്നുണ്ട്. ഷോട്ട് എസ്കേപ്പ് ആകാം. തള്ള വന്ന് അടിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ എസ്കേപ്പ് ആകാം. ശരിയാവുമല്ല. തള്ള ഇവിടെ ഇല്ലല്ലോ. ഇല്ല. പുള്ളിക്കാരി അപ്പം ഇറങ്ങുന്നേ ഉള്ളൂ എന്നല്ലേ. അമ്പടാ, നിങ്ങളൊരു ഇല്ലാടി തന്നെ. നിങ്ങളെന്നെ പറ്റിക്കുക. ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ ഇവിടെ ഇല്ല. ഓക്കെ ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. പെട്ടെന്ന് എടുക്ക് തള്ളേ, പെട്ടെന്ന് എടുക്ക്. പുള്ളിക്കാരി നമ്മൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നൈസിന് മുകളിലോട്ട് പോയിട്ട് അല്ലാണ്ട് മുകളിലോട്ട് പോകണമെന്നില്ല. നമുക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ചെന്നിട്ട് ഒരു പ്ലാനുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അയ്യോ പുള്ളിക്കാരി വേറെ അറിയോ നിങ്ങളവിടെ? തള്ളേരെ അവിടെ വിളിച്ചു വരുത്തിയ തള്ള എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. ഈ തള്ള ഇന്നെങ്ങാനും വരുമോ? ഗൈസ് നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മറക്കരുത് ഗൈസ്. നമ്മൾ ഗൈസിന് താഴോട്ടൊന്ന് പോവാണ് ഗൈസ്. അവിടെ നോക്കാം. കഴിച്ച് ആ ലിഫ്റ്റ് ചേർത്ത് മുകളിൽ നിൽക്കുമായിരിക്കും. ഞാൻ മുകളിലോട്ട് പോയി ഗൈസ്. പൊട്ടത്തനെ കാണിക്കത്തില്ല പൊട്ടൻ. ഇവിടെ ഒന്ന് വാട ലിഫ്റ്റ് ഇല്ല. തള്ളേനെ കൊല്ലും. 1/2 മണിക്കൂറായി ഞാൻ ഈ സാധനം പിടിച്ച് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ലിഫ്റ്റ് ഒന്ന് വരാനോ പെട്ടെന്ന് കയറ്. ഞാൻ കയറി. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ കഴിയും. നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അമ്പടാ ഇപ്പോൾ വരും. നിൽക്കും സ്ക്രീൻഷോട്ടേ, അങ്ങ് പോകാതെ. ഇപ്പോൾ വരും പുള്ളിക്കാർ. കൊല്ലും, നമ്മളങ്ങ് കില്ല് ചെയ്യും ഗൈസ്. ഓക്കെ കില്ല് ചെയ്യും. പുള്ളിക്കാരി വരട്ടെ. യു പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക്. അതേ വേണ്ടുമ്പോഴല്ല ഞാനിവിടെ ഒളിച്ചിരിക്കുക. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ്ടേ നമുക്ക്? നിങ്ങളെന്ന് കൊന്നിട്ടേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എക്സ്ട്രാ പോകാൻ തള്ള. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇനി അടുത്ത നമുക്ക് ഗ്രാൻഡ് പേന വെച്ച് കളിക്കണം. പിന്നെ ബോത്ത് കളിക്കണം. ഇതൊക്കെ കളിച്ച് നമ്മൾ ഗ്രാനി 2 കിടക്കും. ട്രെയിൻ എസ്കേപ്പ് ചെയ്യണം, അതൊന്നത്തെ കാര്യം. ഇതെന്ന് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മറ്റേ ഗ്രാനി 2 1 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പുതിയ വർഷം എങ്ങനെ കിട്ടുന്നത് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഗൈസ്. പുള്ളിക്കാരി തള്ള പോണ പോക്ക് കണ്ടോ? അയ്യോ കണ്ടില്ല. ബെസ്റ്റ് പുള്ളിക്കാരി വരട്ടെ. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരി വരുമായിരിക്കും. അയ്യോ ഇതിപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ. ഇതേ വന്ന് ഗൈസ്. തള്ള നൈസിന് എസ്കേപ്പായി. തള്ള സീനാണ്. നിങ്ങളെ കൊല്ലൂടെ? കൊല്ലും തള്ളേ. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഓട്ടി വാ. അവസാനത്തെ ഒരു ഉണ്ടായി കൊണ്ടല്ലേ അത് വെച്ച് കൊല്ലണം ആ തള്ളനെ. കൊന്ന് എത്രാണോ കൊല്ലുന്ന പുള്ളിക്കാരൻ റിവെഞ്ച് അടിക്കാതിരുന്നാൽ മതി ഗൈസ്. ലിഫ്റ്റ് വെച്ചടി അവിടെ വെച്ചൊക്കെ അടിയാണ് ഗൈസ്. അതിൻ്റെ ഒക്കെ അയ്യോ
ഡയലോഗ് പറഞ്ഞില്ല, മറന്നുപോയി. അതെ, ഇവിടുന്ന് വെടി വെച്ചാൽ കൊള്ളുമെന്നല്ല, ചിലപ്പോൾ കൊള്ളും. ബട്ട് കൊല്ലടാ വായി നോക്കി. അയ്യോ, ഇത് ഇനി ഞാൻ കല്ലിന് വേണ്ടി തന്നെ ഈ ഗൈസ് അയ്യോ ഇവിടെയൊക്കെ സാധനം ഇട്ടിട്ട് പോവാ തള്ള. വെറുതെ അല്ല, എങ്ങനെ കൊല്ലാതിരിക്കും സാധനം. എൻ്റെ പൊന്നു തള്ള, എന്നെ വെറുതെ കൊല്ലാക്കൊല ചെയ്യിക്കരുത് ഗൈസ്. ഞാൻ ഇനി അവിടെ പോയി ഈ കണക്കിന് നമുക്കൊരു അല്ലാണ്ട് പുള്ളിക്കാരനെ കൊല്ല തട്ടിയിട്ട് നമുക്കങ്ങ് തീർക്കാം. തട്ടിയിട്ടെന്ന് നമുക്ക് കല്ല് കിട്ടി. ഓക്കെ സോക്കേന്ന് ഓക്കെ ഗായ്സ്, നമുക്ക് കല്ലൊക്കെ കിട്ടി, സുഖമായിട്ട് ഇരിക്കുന്നു. പുള്ളിക്കാരി എവിടെ ഉണ്ട് നോക്ക്. പുള്ളിക്കാരി ഈ ഒറ്റ കല്ല് വെച്ച് അങ്ങ് തീർക്കാം. വാ ഗൈസ്, ഇനിയിപ്പോൾ വേറെ കല്ലും പറിക്കൊണ്ടെന്നാൽ പുള്ളിക്കാരി നമ്മളെ തീർക്കത്തില്ലെന്ന് ആര് കണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ 2 മിനിറ്റ് ഗോണായിട്ടുണ്ട് പുള്ളിക്കാരി. നമുക്കിനി നേരെയില്ല ഗൈസ്, ഇത് സമയമില്ല ഗൈസ്. നമുക്ക് പൊട്ടത്തേങ്ങ ഇവിടെ വാടാ ചക്കര മുത്തേ, നീ എന്നാ നോക്കിയിരിക്കും അവിടെ. ഇങ്ങോട്ട് വാടാ കൊട്ടത്തേങ്ങ. ഞാൻ ചില യൂട്യൂബിനകത്ത് കണ്ടു ചിലർ കൊട്ടത്തേങ്ങ, ഞാൻ കോപ്പിയടിയാന്ന് വിചാരിക്കില്ല ഗൈസ്. കാരണം ആ പേര് ഞാൻ വിളിച്ചെടുത്ത് കൊട്ടത്തേങ്ങ എന്ന് തന്നെ വിളിക്കും. അമ്പടാ സേഫെങ്കിൽ സേഫ് വാ. പുള്ളിക്കാരി 2 മിനിറ്റ് ആണല്ലോ ഗൈസ്. ഓക്കെ നമുക്ക് ദേ വരുന്നു. ഓക്കെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്താ പറയുക, അയ്യോ ചെറിയൊരു പൊട്ടത്തരേ ഞാൻ കാണിച്ചുള്ളൂ. ലിഫ്റ്റ് കയറി പോകായിരുന്നു. വായി നോക്കി ഞാൻ എന്നെ തന്നെ സെൽഫായിട്ട് വായി നോക്കി വിളിക്കുക ഗൈസ്. സോ നമുക്ക് നേരെ ഈശ്വര ഈ ടെഡീനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇത് വേണ്ട ഗൈസ്. കാരണം അതും വെച്ചൊരു ഒരു പ്രയോജനമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് അതും വെച്ചൊരു കാര്യമില്ല. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ തീപ്പെട്ടി ഇവിടെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് ഫയർവുഡ് അങ്ങ് വെച്ചേക്കാം. ലിഫ്റ്റിനകത്ത് നമ്മുടെ സ്ലിംഗ് ഷൂട്ട് കിടപ്പുണ്ട്. സ്ലിംഗ് ഷൂട്ട് ലിഫ്റ്റിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എപ്പോൾ വേണമെങ്കിലും ഡേ 2 ഉണ്ട് കേസ്. അതുകൊണ്ട് പിന്നെയും പേടിക്കണ്ട. അത് ഒന്നാമത്തെ കാര്യം. ഡേ 2 മാത്രമല്ല, ഡേ 5 വരെ ഉണ്ട്. അത് പേടിക്കണ്ട. ഓക്കെ നമുക്ക് നേരെ ഇത് കൊണ്ട് വെച്ചിട്ട് ലിഫ്റ്റിനകത്തോട്ട് തന്നെ പോകണമെന്ന്. ഓക്കെ നമുക്ക് ഇത് ഇവിടെ അല്ല, അതായത് നമ്മൾ മറ്റേ ഇത് അവിടെ അല്ലെന്ന് നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ. അയ്യോ മനുഷ്യൻ കഴിപ്പിക്കൊണ്ട് ഓരോരുത്തന്മാരും കയറി വന്നോളും. പോടാ എഴുന്നേറ്റ്. ഓക്കെ നമുക്ക് നേരെ ഇതുമായിട്ട് ബെസ്റ്റ് അതങ്ങനെ പറഞ്ഞു. എവിടെ ചെന്നാലും എനിക്ക് പണിയതാണ്. ഇനി തള്ളേനെയൊക്കെ കൊന്ന് വരുമ്പോഴേക്കും സാധനമൊക്കെ കയ്യിൽ നിന്ന് എന്നെ ഇവിടെ അതാ കിടക്കണം. ഇങ്ങ് പാടാ, എന്നെ ഇട്ടിങ്ങനെ വട്ടം കറക്കല്ലടാ മാച്ചസ് കൂട്ടാ, കേട്ടോടാ കുട്ടാ. ഗൈസ് അതിന് മുമ്പ് നമുക്ക് കുഞ്ഞ് പണിയും കൂടി ഉണ്ട്. മാച്ചസ് നമുക്കിവിടെ അയ്യോ കത്തടാ, നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുമല്ലോടാ മാച്ചസ് കുട്ടാ. ഒക്കെ നമുക്ക് ഇതും എടുത്തുകൊണ്ട് പോവാം. അതായത് നമുക്ക് പ്ലാനാണ്. ഓക്കെ ഗൈസ് നമുക്ക് ചെല്ലാം. ഇതുമായിട്ട് നമ്മൾ നേരെ താഴോട്ട് ചെല്ലുക. അത് താഴോട്ട് ചെല്ലണ്ട, നമുക്കിതങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രോപ്പ് ചെയ്യുമ്പോൾ സാധനം താഴോട്ട് പൊക്കോളും. പുള്ളിക്കാരി അങ്ങ് പൊക്കോളും. പുള്ളിക്കാരി ഇവിടെ ഒളിച്ചിരുന്ന് നമ്മൾ തീർന്ന്. നമ്മൾ പിന്നെ പറയണ്ടല്ലോ ഗൈസ്, നമ്മൾ പിന്നെ കളിക്കേണ്ട വരുമെന്നൂടെ. അതായത് ഡേ 2. ഓക്കെ അമ്മേ അതെന്നെ പറ്റി. ഓക്കെ പുള്ളിക്കാരുടെ ഇതും പറഞ്ഞ് എൻ്റെ ശബ്ദം തന്നെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഓക്കെ കാക്ക പോയി ഓടിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് നേരെ ഓടാം. അല്ല അയ്യടാ, ഞാൻ ഇതിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട മുഴുവനും. കൊള്ള ഒന്ന് പോടാ എന്നിട്ട് നാപ്പൻ. ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെയാണെന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പാളോക്ക് അമ്മേ ചത്തില്ല, രക്ഷപ്പെട്ട്. ഇതുമായിട്ട് നമുക്ക് നേരെ താഴോട്ട് പോകും. തേട്ടിപ്പിട്ട് അയ്യോ ഇവിടെ മൊത്തം നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുമല്ലേ. എങ്ങനെ കൊല്ലാതിരിക്കും. അതായത് ഈ മറ്റേ ഗ്രാനി. ഓക്കെ എനിക്ക് ഒറ്റ മിനിറ്റ് കേസ്, ഞാനൊരു കാര്യം കൂടെ ചെയ്യട്ടെ. നമുക്ക് പുള്ളിക്കാരൻ്റെ കേസ് നമുക്കങ്ങോട്ട് മുന്നേറിക്കൊണ്ടിരിക്കാം. തൊള്ള ഒരുപാട് ഇടിച്ചിടിച്ച് ഇടിക്കാൻ പറ്റത്തില്ല, അടിക്കാനേ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അതായത് സ്ലിംഗ് ഷോട്ടും വെച്ച് അടിക്കാനേ പറ്റത്തുള്ളൂ ഗൈസ്. സോ ഗൈസ് നമ്മൾ നേരെ കിടന്ന് കളയും. നമുക്ക് നേരെ അങ്ങോട്ട് മുന്നേറാം ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ വെയിറ്റ്. ഓക്കെ ബൈ ശരി എന്നാൽ ഗൈസ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ ബൈ ശരി എന്നാൽ.